പത്തനംതിട്ട ജില്ലയിൽ വീണ്ടും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തു. ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത് ആറന്മുള ഏഴിക്കാട് ഉന്നതിയിലാണ്. രണ്ടാമത്തെ കേസും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 8 വയസ്സുകാരിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുന്നു. സുജു, ആദ്യം റിപ്പോർട്ട് ചെയ്ത അതേ ഉന്നതിയിൽ തന്നെയാണ് ഇപ്പോഴും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ വീഴ്ച അധികൃതരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അജിംഷാദ, അതുതന്നെയാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. പ്രതിരോധ നടപടികൾ പാളിയോ എന്നാണ്. കാരണം നേരത്തെ രോഗം ബാധിച്ച 10 വയസ്സുകാരുടെ സമീപവാസിക്കാണ് ഇപ്പോൾ രോഗം ബാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പി സുവിഷ്ണുനാഥിന്റെ സാന്നിധ്യത്തിൽ യോഗമൊക്കെ ചേർന്നിരുന്നു. പക്ഷേ യോഗ നടപടികൾ ഫലവത്തായോ എന്ന സംശയവും ആശങ്കയും ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തായാലും അതേ ഉന്നതിയിലെ സമീപവാസിയായ 8 വയസ്സുകാരിക്കാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ ഈ കുട്ടി ചികിത്സയിലുള്ളത്. 10 വയസ്സുകാരുടെ സ്ഥിതിയും മെച്ചപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ്. ആശങ്കപ്പെടുന്ന സാഹചര്യം ഇല്ല എന്നാണ് ആരോഗ്യ വകുപ്പ് അറിയിക്കുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് സംസ്ഥാനത്തെ മറ്റ് ഭാഗങ്ങളിൽ ഷിഗല്ല ബാധയും അതുമൂലമുണ്ടായ ബുദ്ധിമുട്ടുകളും കണ്ടതാണ്. സമാനമായ സാഹചര്യത്തിലേക്ക് പത്തനംതിട്ട എത്തുമോ എന്ന ആശങ്കയുണ്ട്. ഈ പ്രതിരോധ നടപടികൾ പാളിയോ എന്ന സംശയമുണ്ട്. എന്നാലും 2 പേർക്കാണ് ഇപ്പോൾ ജില്ലയിൽ ഷിഗല്ല ബാധ കണ്ടെത്തിയിരിക്കുന്നത്. 10 വയസ്സുകാരിക്കാണ് ജില്ലയിൽ ആദ്യമായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഷിഗല്ല കണ്ടെത്തിയത്. അജിംഷാദ. ശരി, സുജു ടി ബാബുവാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകി.